ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. കുറേ ആയി മോർണിംഗ് വ്ളോഗൊക്കെ കണ്ടിട്ട്, ഇനി നമുക്ക് ഈവനിങ് വ്ളോഗ് കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളെന്ന് വെച്ചാൽ ഒന്നുമില്ല, വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളേ ഉള്ളൂ കേട്ടോ, അതിന് മാത്രമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഈവനിങ് വ്ളോഗ് ചെയ്യാമല്ലോ എന്ന് അങ്ങനെ എടുത്തതാണ്. അങ്ങനെ ഇതാ വൈകുന്നേരമായി, ചായ കുടിച്ചിട്ടോ ഞങ്ങൾ. അപ്പോൾ ഇതുവ ഇവിടെ അല്ല, ഇനി അതിപ്പോൾ വാപ്പൻ്റെ ഇപ്പോഴും പോയതേനി. അപ്പോൾ പോയി വന്നപ്പോൾ അങ്ങനത്തെ ഒരു സ്നാക്സ് കൊണ്ടുവന്നു കേട്ടോ, അതും കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഫോൺ അങ്ങനെ എപ്പോഴൊന്നും കാണാനില്ല, എപ്പോൾ എന്തോ ഫോൺ കണ്ടപ്പോൾ ഇങ്ങനെ എടുത്ത് കൊടുത്താണ്. TV ഇവിടെ വർക്കിംഗ് അല്ല, അതുകൊണ്ട് പിന്നെ ഫോൺ തന്നെ ശരണം. അപ്പോൾ അതാ പിന്നെ മുത്തും ഇനിയും ഇവിടെ ഇല്ല കേട്ടോ. ഒരു രണ്ടാളും കാക്കൻ്റെ അവിടെ പോയതേനി. അപ്പോൾ വാപ്പ അവിടെ പോയപ്പോൾ രണ്ടാളെയും കൂട്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചോറും കഴിച്ച് പോയതാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞാൽ ഒരു മഴ ആണല്ലോ, അപ്പോൾ ഒന്നും നെല്ലൊന്നും മഴ പെയ്തില്ല കേട്ടോ. അപ്പോൾ മഴ പെയ്യുമെന്ന് വിചാരിച്ചിങ്ങനെ നിന്ന്, പക്ഷേ ഇരുട്ട് മൂടി നിന്നിട്ടുണ്ട്, അതിന് പെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതായത് കാക്കൻ്റെ ഉണ്ടായ മാങ്ങാണ് കേട്ടോ. ഇവിടത്തൊക്കെ പറിച്ച് കുറേയൊക്കെ കഴിച്ച് തിന്ന്, എന്നാലും കുറച്ച് മരത്തുമ്മലുണ്ട്. ഇത് ചേലം മാങ്ങാണ്, ഇത് നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാങ്ങയുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഈ ഒരു മാങ്ങയും, പിന്നെ എൻ്റെ വീട്ടിൽ ഇവിടെ ഒരു വലിയൊരു മാങ്ങ ഉണ്ട്, അതും എനിക്കിഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ ഇത് വേറെ മാങ്ങാണേ, ഇത് ചേലനല്ല. ഇതൊക്കെ മരത്തുമെന്ന് ഇങ്ങനെ വീണിട്ട് പൊട്ടിപ്പോയതാണ്. പിന്നെ അങ്ങനെ അതിൻ്റെ ഓരോ പീസ് ഉമ്മ ഇങ്ങനെ ചെത്തുന്നുണ്ട്, അത് ഞാൻ കഴിക്കുന്നുണ്ട്, എല്ലാവരും കഴിക്കുന്നുണ്ട്. ഉമ്മ അവിടെ നിന്ന് എന്തൊക്കെയോ എന്തോ പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനെന്തെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്, എന്താ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ ഓർമ്മ കിട്ടുന്നില്ലേ. അങ്ങനെ മാങ്ങ സീസൺ ആണല്ലോ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മാങ്ങ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മാങ്ങ തിന്ന് 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 മടുത്താണ് കേട്ടോ. ഇനിയിപ്പോൾ അത് കിട്ടാതെ വെക്കുമ്പോഴാണ് പ്രശ്നം വരിക. സീസണിൽ നമുക്ക് എത്രയും വേണമെങ്കിൽ കിട്ടും, സീസൺ അല്ലാതെ വെക്കുമ്പോഴാണ് പിന്നെ അതിനൊരു പൂതിയൊക്കെ വരിക. പിന്നെന്താ, പിന്നെ ദുവക്കും ഇഷ്ടമാണ് മാങ്ങ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെറിയ പീസാക്കി ഇട്ട് കൊടുത്താൽ കഴിക്കട്ടോ. പിന്നെ ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മാങ്ങയും ചക്കയും മാങ്ങയൊക്കെ ഉള്ളിടത്ത് ഈ ഈച്ചശല്യം ഭയങ്കരമായിട്ട് ഉണ്ടാവില്ലേ. പ്രത്യേകിച്ച് ഇപ്പോൾ മഴയും കൂടി ഇങ്ങനെ പെയ്ത് തുടങ്ങിയതിന് ശേഷം ഭയങ്കര ഈച്ചശല്യമാണ് കേട്ടോ. എത്ര നമ്മൾ ആ സ്റ്റിക്കർ ഒട്ടിച്ചാലും അതൊക്കെ ആ സമയം വരെയുള്ളൂ, പിന്നെ വീണ്ടും വരും. അങ്ങനെ പിന്നെ ഉമ്മ വീണ്ടും മാങ്ങയൊക്കെ ചെത്തിയിട്ട് ഞങ്ങളൊക്കെ കഴിച്ചിട്ടോ. പിന്നെ മുത്ത് വന്നിട്ടുണ്ടായി. മുത്തിന് പിന്നെ മാങ്ങനോട് വലിയ ഇഷ്ടമല്ല, പഴുത്ത മാങ്ങ കഴിക്കൂല കേട്ടോ. ചൊനച്ച മാങ്ങയൊക്കെ ആണെങ്കിൽ ഉപ്പും മുളകും കൂട്ടി കഴിക്കും, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സർബത്ത് വെള്ളം കലക്കുകയാണ്. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് കുളിയും കാര്യമൊക്കെ കഴിഞ്ഞിപ്പോൾ വന്നതാണ്. അപ്പോൾ ഓൻ പറഞ്ഞ് എനിക്ക് സർബത്ത് വെള്ളം കലക്കണം, ഓൻ തന്നെ ചെയ്യുകയാണേ. ഓനിപ്പോൾ ചെറുതായിട്ടൊക്കെ കുക്കിങ്ങൊക്കെ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അതായത് വലിയ കുക്കിങ്ങൊന്നുമല്ല, ഓംപ്ലേറ്റ് അടിക്കുക, നൂഡിൽസ് ഉണ്ടാക്കുക, അതേപോലെ അതായത് സർബത്ത്, ഇതൊക്കെയാണ് ഓൻ്റെ പരിപാടി. പിന്നെ വീട്ടിലാണെങ്കിലും പണിക്കാരും അതും ഇതൊക്കെ ആയതുകൊണ്ട് സാധനങ്ങളൊക്കെ വലിച്ച് വാരിയിട്ടതാണ് കേട്ടോ. ഏതോ ഒന്ന് ഒതുക്കി വെക്കാനും സ്പേസ് ഇല്ല. അപ്പം വീഡിയോ എടുക്കാൻ അതതിന് കുറച്ച് ബുദ്ധിമുട്ട്. എനിക്ക് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോ എന്താ ചെയ്യാത്തതെന്നൊക്കെ. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെറിയ റിനോവേഷൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് പണിക്കാരും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വിചാരിച്ച പോലെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, പണി എന്നാലും ഉണ്ട്, കുറേ ബാക്കിയുണ്ട്. അപ്പോൾ പണിക്കാരെടുക്ക് വരൂല ആ കളിയാണ്. അപ്പോൾ പണി എന്താ പെട്ടെന്ന് തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ചെറിയൊരു വിശേഷം വരുന്നുണ്ട്. കുറേ ആൾക്കാർക്കൊക്കെ അറിയാം, എന്നാലും ഞാൻ പറയുകയാണ്. അനിയൻ്റെ മാരേജ് ഫിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ജൂലൈയിലാണ്, ജൂലൈ 1 അപ്പോൾ അപ്പോഴേക്ക് നമ്മളെ വീടും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. പിന്നെ മഴ സീസണാണ്, അതുകൊണ്ട് തന്നെ നമ്മളെ പണികളൊക്കെ വേഗം തീർത്ത് വെക്കുക എന്നുള്ളത് കൊണ്ട് കുറച്ച് മുമ്പേ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്താ, നമ്മളെ വെക്കേഷൻ കഴിയാറായല്ലോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കലഹം. എന്താണെന്ന് വെച്ചാൽ വെക്കേഷനിൽ പിന്നെ സ്കൂൾ തുറക്കുമ്പോഴേക്ക് നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വാങ്ങി കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ബുക്കിനൊക്കെ കവർ ഇടണം, അത് ഭയങ്കര വലിയ ടാസ്ക് തന്നെയാണ്. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ ഞാൻ വേഗം തീർക്കാമെന്ന് വിചാരിച്ചത്. കാരണം പണിക്കാരും ഒക്കെ ആകുമ്പം ഒന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ വേഗം തീർത്ത് വെച്ചാൽ ഒരു സുഖമാണല്ലോ. അതുകൊണ്ട് വേഗം തന്നെ ബുക്കിനൊക്കെ കവറിടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓല് നോക്കുകയാണ് കേട്ടോ. പിന്നെ മുത്തിന് ബാഗ് വാങ്ങി, മിനക്കും വാങ്ങി, കിറ്റ്, ബോക്സ്, അങ്ങനത്തെ ഓരോ ബുക്സുകളൊക്കെ വാങ്ങാണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ച് അങ്ങനെ കേട്ടോ. പിന്നെ പുതിയത് കിട്ടണം ഓൽക്ക്. മിനക്ക് ബാഗ് ഉണ്ടായിരുന്നു, ബാഗ് ആയിട്ടൊന്നും കേടായിട്ടൊന്നുമില്ല. അപ്പോൾ മറ്റോന് വാങ്ങണ കണ്ടപ്പോൾ ഓനക്കും വാങ്ങണം നിർബന്ധം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ആ പഴയതാടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇനി ഉപയോഗിക്കാമല്ലോ, അടുത്ത വർഷമൊക്കെ ബാഗ് പൊട്ടൊക്കെ ചെയ്താൽ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ എടുത്ത് വെച്ചതാണ്.
പിന്നെ ഇത് മുത്തിൻ്റെ ബാഗാണ് കേട്ടോ. മുത്തിൻ്റെ നല്ല ഒരു ജീൻസിൻ്റെ ടൈപ്പാണ്, അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഞാൻ വാങ്ങിയത് നമ്മൾ ബാഗൊക്കെ ഉണ്ടാക്കുന്ന ഇതിൽ തന്നെയാണ്, അതുകൊണ്ട് നല്ല വാറൻറ്റിയും കാര്യമൊക്കെ ഉണ്ട് നമുക്ക്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പുറത്തുനിന്ന് വാങ്ങിയതുകൊണ്ട് തന്നെ കൈയൊക്കെ പൊട്ടിയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് അതിന് വേറെ ക്യാഷും കാര്യമൊക്കെ കൊടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡാമേജോ കാര്യമോ വരികയാണെങ്കിൽ ഓല് റെഡിയാക്കി തരും. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ വാങ്ങിയത് കേട്ടോ. നല്ല തുണിയാണ്, അതുകൊണ്ടൊന്നും പെട്ടെന്നൊന്നും കേടാവില്ല, ജീൻസ് ടൈപ്പാണ്. അങ്ങനെ ഞാൻ ബുക്കും കാര്യമൊക്കെ അതിനിടയ്ക്ക് എല്ലാം വാരി വലിച്ചിട്ടുണ്ട്, ഓളയും വെച്ച് ഇങ്ങനെയൊക്കെയോ ചെയ്യണം. അപ്പം ഞാൻ വേഗം ബുക്കിന് കവറിടാമെന്ന് വിചാരിച്ച് അങ്ങനെ വേഗം തന്നെ ബുക്കിന് കവറൊക്കെ ഇട്ടിട്ടോ. അതൊന്നും പിന്നെ വീഡിയോ എടുത്തില്ല, കാരണം ഈ ഇതുള്ളതുകൊണ്ട് തന്നെ എടുക്കുമ്പോൾ ഒന്ന് സമ്മതിക്കില്ല. അപ്പോൾ ഇത് കവർ ഇട്ട പോലെ തോന്നില്ലല്ലേ, ഇതൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു കവറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളമായാലൊന്നും അങ്ങ് എത്തൂല, ഉള്ളിലേക്ക് എത്തൂല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചൂസ് ചെയ്ത്. പിന്നെ നമുക്ക് ബുക്സൊക്കെ ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. പുറത്തുനിന്ന് അത് ഇപ്പോൾ ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് ഡെയിലി കാണിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് എടുക്കാനും കുട്ടിക്ക് എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. ഇനിയിപ്പോൾ എന്താ, ഇനി അടുത്തത് ചോറ് വിളമ്പി കൊടുക്കലാണ്. അപ്പോൾ മിനക്കുള്ള ആദ്യം കൊടുത്താലേ ഒരു അരമണിക്കൂർ മുമ്പ് കൊടുത്താലേ ഓള് ഞാൻ കിടക്കാൻ നേരത്താകുമ്പോഴേക്കും കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ആക്കും പോലെ കഴിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ അതിന് മാത്രം സ്പെഷ്യലൊന്നുമില്ല, സാധാ ചോറും മീൻ കറിയും പിന്നെ ഈ ചേന ഉപ്പേരിയുമാണ്, മീൻ പൊരിച്ചതുമാണെന്ന്. അങ്ങനെ ഒക്കെ കൊടുത്ത് പിന്നെ മുത്തിന് കോഴിമുട്ട പൊരിക്കണം പറഞ്ഞിട്ട് ഓന് കോഴിമുട്ട പൊരിച്ചു കൊടുക്കുകയാണ്. അത് ഉള്ളി ഒന്നും ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ. ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നുള്ളി പറിച്ചിട്ടാളോ, അതുകൊണ്ട് സാധാ മുട്ട പൊരിക്കുകയാണ്. പിന്നെ ഓന് മീൻ അങ്ങനെ കൂട്ടില്ല, മീൻ കഷ്ണ മീനും അങ്ങനത്തെ ഉള്ള സൂത അതൊക്കെ കൂട്ടുട്ടോ. ഇന്ന് പയല കൊണ്ട് കൂട്ടില്ല ആറിന്. അങ്ങനെ കോഴിമുട്ട പൊരിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ച ഏതെങ്കിലും ഒന്ന് വേണം ചോറ് കഴിക്കണമെങ്കിൽ. അങ്ങനെ പിന്നെ അത് വേഗം ആക്കി കൊടുത്തതിന് ശേഷം നാളെ ഇപ്പോൾ മദ്രസും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേഗം ഉറക്കണം കേട്ടോ, അല്ലെങ്കിൽ രാവിലെ എണീക്കൂല. ഇപ്പോൾ വെക്കേഷനും കൂടി അങ്ങോട്ട് സ്കൂളും ഇല്ലല്ലോ, അതുകൊണ്ട് എത്ര ഉറങ്ങിയാലും പറയും എനിക്ക് ഉറക്ക് തെളിഞ്ഞില്ല. മീനാണ് കൂടുതലും പറയും. അതുകൊണ്ട് ഞാൻ ഓളെ വേഗം ഉറക്കണം. അപ്പോഴേക്ക് ഞാൻ ഫുഡ് വേഗം കഴിക്കലാണ് കേട്ടോ. 9:30 ഒക്കെ ആകുമ്പോഴേക്ക് ഓൾ ഉറക്കണം. ചില സമയത്ത് 9 മണി 9:30 അല്ലെങ്കിൽ 10 മണിയൊക്കെ ആണ്. രാവിലെ നേരം വൈകുന്നതിനനുസരിച്ച് ഓൾ രാവിലെ എണീക്കാനും വൈകലുണ്ട്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം വിട്ട് നമ്മൾ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. അപ്പോൾ എന്താ പറയുക, സന്തോഷമുണ്ട് ഒരു ഭാഗത്ത്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും കുട്ടികൾ കൂടുതലൊക്കെ ഉള്ളിടത്തൊക്കെ അടിപിടിയായിരിക്കുമല്ലേ, അവരെ മാറ്റി നിർത്താനുള്ള സമയം ഉണ്ടാവുള്ളൂ. അടിയും പിടിയും അത് ഭയങ്കര ഇടുങ്ങേറ് പിടിച്ചതാണ് കേട്ടോ. ഇതിങ്ങനെ തല്ലുകൂടണം മാറ്റി പിടിക്കാനും ആക്കാനൊക്കെ. പിന്നെ അങ്ങനെ അതുകൊണ്ട് എന്താ പറയുക, ഇനിയിപ്പോൾ സ്കൂളിൽ പോകണ വേറൊരു ഇതായിരിക്കും. രാവിലത്തെ ആ സ്പീഡും കാര്യമൊക്കെ ആ ഒരു സമയം ഉണ്ടാവും. പിന്നെ ഒരു 4:30 വരെ ഓല് സ്കൂളിലാണല്ലോ, നല്ലൊരു സമാധാനമാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക അല്ലേ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.